അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ? നീ തീർന്നടാ, നീ തീർന്നു. അവൻ ഒരു ദിവസമേ ഞാനൊരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദുചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദുചേട്ടൻ പുറത്ത് തട്ടിയ സ്പോട്ട് ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ നിങ്ങളൊരു ഗുണ്ടയെ പോലെ സംസാരിക്കേണ്ടതാ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ദാണ്ടെ ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5.75 ജോണി വാക്കറിന്റെ വാറല്ല. ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചുള്ള ഞാൻ. നീ എന്താ എന്നെ വരട്ടെ? അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? ഒരു മര്യാദ വേണ്ടേ? പിന്നല്ലാതെ ഒരു മര്യാദ വേണ്ടേ? പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്കാ അധികാരമുള്ളത്? ആർക്കാ അധികാരമുള്ളത്? നിത്യമേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ്. എന്നിട്ട് അവര് നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആസിഡ് എടുത്തോണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? ആരുത്തരവാദിത്വം പറയും? ആസിഡ് എടുത്തോണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? ആരുത്തരവാദിത്വം പറയും? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.